ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ ഔദ്യോഗിക വക്താവായി ശ്രീ സന്ദീപ് വാര്യരെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സവിശേഷമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അവിടെ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഗതകാല ചരിത്രം കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. ഏതാണ്ട് 3-3.5 ദശാബ്ദ കാലത്തോളം BJPയിലും അതുപോലെ തന്നെ സംഘപരിവാറിലും RSSലും ഒക്കെ ആശയപരമായി യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ വിദ്യാർത്ഥി ജീവിതം മുതൽ ABVPയുമായി ബന്ധപ്പെട്ട് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ചുറുചുറുക്കുള്ള ഒരു യുവ നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് ശ്രീ സന്ദീപ് വാര്യർ. അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ തൻ്റെ പാർട്ടിയായിട്ടുള്ള BJPക്ക് വേണ്ടിയും RSSന് വേണ്ടിയും അതുപോലെ സംഘപരിവാറിന് വേണ്ടിയും ഒക്കെ നടത്തിയിട്ടുള്ള അതിശക്തമായ വാദങ്ങൾ, അതിൻ്റെ പ്രതിരോധങ്ങൾ, അതിൻ്റെ ന്യായീകരണങ്ങളൊക്കെ ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ നന്നായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. എത്ര ആക്രോശത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടി ഈ കഴിഞ്ഞ നവംബർ മാസം വരെ വീറോടെ വാദിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നതായിട്ടുള്ള സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ അതിശക്തമായിട്ട് രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു യുവ നേതാവായിരുന്നു സന്ദീപ് വാര്യർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇനിയും മുതൽ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത് പൊതുസമൂഹത്തിൽ വളരെയേറെ കൗതുകമുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരിക്കുമെന്ന് വെളിപ്പെടുത്താനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇനിയും ഒരു പക്ഷേ ഇന്ന് രാത്രി മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഔദ്യോഗികമായി ഇതുവരെ അദ്ദേഹം ആരെ ശക്തമായി വിമർശിച്ചുവോ അവർക്ക് വക്കാലത്തുമായി അവരെ പ്രതിരോധിക്കുകയും അവരെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് പറയുന്നില്ല, അത് പൊതുസമൂഹം തീരുമാനിക്കട്ടെ. ഇതിൻ്റെ ആ കൗതുകകരമായ വസ്തുതയാണ് പ്രധാനമായി പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നത്. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? നമുക്കറിയാം എങ്ങനെ ഈ സംഘപരിവാറിന് വേണ്ടിയും BJPക്ക് വേണ്ടിയും RSSന് വേണ്ടിയും 3.5 പതിറ്റാണ്ടോളം ബാധിച്ച ഒരാൾ എങ്ങനെ അതിവേഗം അതിൽ നിന്ന് മാറി അതിനെ വിമർശിക്കുന്ന ആളായിട്ട് മാറാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ചോദ്യം സാധാരണക്കാരുടെ മനസ്സിൽ ഉയർന്നു വന്നാൽ നമുക്ക് ആരെയും ആർക്കും അങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്താനായി ആവുകയില്ല. പക്ഷേ നമ്മളെപ്പോഴും കാണേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളും സ്ഥിരമായി മിത്രങ്ങളും ഇല്ല എന്ന് സാധാരണയായി പറയാറുണ്ട്. അഭിപ്രായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറുന്നതും സ്വാഭാവികമാണ്. കക്ഷികൾ മാറുന്നത് സ്വാഭാവികമാണ്. നമുക്ക് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ബീഹാറിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാർ എത്ര തവണയാണ് മലക്കം പറഞ്ഞ് 2 മുന്നണികളുമായി അദ്ദേഹം മാറി മാറി നിന്നുകൊണ്ട്, എണ്ണിയാൽ തന്നെ ഒടുങ്ങാത്ത സംഖ്യയിലാണ് അദ്ദേഹം മുന്നണികൾ മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ മുന്നണി മാറ്റം ഒരു ഭാഗത്ത്, രാഷ്ട്രീയ നേതാക്കന്മാർ മാറുന്നു, കാലുമാറുന്നു, ചുവട് മാറ്റുന്നു മറ്റൊരു ഭാഗത്ത്, മന്ത്രിസഭയെ മറിച്ചിടാൻ വേണ്ടി പണം കൊടുത്തിട്ട് ജനപ്രതിനിധികളെ വിലയ്ക്ക് വാങ്ങുന്നു അങ്ങനെ മറ്റൊരു വശം. അങ്ങനെ ആകെ കൂടെ ഒരു തരം സമ്മിശ്രമായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇതിലേത് ശരി ഏത് തെറ്റ് എന്ന് നമുക്ക് പറയാനായി സാധിക്കില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താവായി വരുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഇനിയും വിമർശിക്കാൻ പോകുന്നത് അദ്ദേഹം മുൻപ് വാനോളം പ്രശംസിച്ചിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെയും അദ്ദേഹം ഉൾപ്പെടുന്നതായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയെയും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന RSS, സംഘപരിവാർ തുടങ്ങിയ സംഘടനകളെയും ആയിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഇതെല്ലാം ഉത്ഭവിച്ചത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കുന്നില്ല. പാലക്കാട്ടെ BJP തന്നെ ഈ സന്ദീപ് വാര്യറിന്റെ ചുവട് മാറ്റത്തോടുകൂടി ആകപ്പാടെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത. അവിടെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് വളരെ ഗുരുതരമാണ്. കേരളത്തിൽ ഒരു നഗരസഭ ഭരിക്കുന്നത് ആകെ പാലക്കാട്ടാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അതുകൂടെ കൈവിട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി വളരെ ദയനീയമാകും. അവിടുത്തെ കൗൺസിലർമാരൊക്കെ രാജിക്ക് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു.
അവിടുത്തെ ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആകെ കൂടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആഭ്യന്തര സാഹചര്യം പാലക്കാട് BJP-യിലുണ്ട്. പാലക്കാട് BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി പ്രവർത്തനം നടക്കുന്നതായിട്ടുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ അവിടെ BJP-ക്ക് എന്തെങ്കിലും ഒരു പോറൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാർട്ടിയെ വല്ലാതെ ബാധിക്കും. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ഏതായാലും RSS നേതൃത്വം അതിനകത്ത് ഇടപെട്ട് താൽക്കാലികമായ ശമനം BJP പാലക്കാട് ഘടകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ശ്രീ കൃഷ്ണകുമാറുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. അതുപോലെ തന്നെ പുതുതായി ചുമതല ഏൽക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ അസാധാരണമായി BJP-യിൽ കാണുന്ന ഒരു കാഴ്ച ഈ കേരളത്തിലെ ഘടകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തത്. സാധാരണ എല്ലാ പാർട്ടികൾക്കും ഒരു ജില്ലയിൽ ഒരു പ്രസിഡന്റേ ഉള്ളൂ. കേരളത്തിലെ 14 ജില്ലകളിൽ 14 ജില്ലാ പ്രസിഡന്റുമാരാണ് എല്ലാ പാർട്ടികൾക്കും. എന്നാൽ ഇപ്പോൾ വളരെ വിചിത്രമായി BJP-ക്ക് കേരളത്തിൽ 30 ജില്ലാ പ്രസിഡന്റുമാരാണ്. കാരണം വലിയ ജില്ലകളൊക്കെ 2ഉം 3ഉം ഒക്കെ ആയി ഭാഗിച്ച് അവർക്കെല്ലാം സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്നതിന് വേണ്ടി ജില്ലകളെ എല്ലാം വെട്ടിമുറിച്ച് അവർ തന്നെ അവരുടേതായ രീതിയിൽ ജില്ലകളാക്കിയിരിക്കുകയാണ്. ഉദാഹരണമായി തിരുവനന്തപുരത്ത് ഇപ്പോൾ 3 ജില്ലയാണ്. തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം നോർത്ത്, തിരുവനന്തപുരം സൗത്ത് എന്നൊക്കെ പറഞ്ഞാണ് തിരുവനന്തപുരത്തെ ജില്ലയെ തന്നെ വിഭജിച്ചിരിക്കുന്നത്. അതുപോലെ എറണാകുളം, മറ്റു ജില്ലകളിലൊക്കെ ഇതുപോലെ വിഭജനമുണ്ട്. 14 ജില്ലകളിൽ ശരാശരി 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ 30 ആവുകയുള്ളൂ. അങ്ങനെ 30 ജില്ലാ പ്രസിഡന്റുമാരാണ്. പക്ഷെ അത് തന്നെ ഇപ്പോൾ അസന്നിഗ്ധാവസ്ഥയിലാണ്. പല ജില്ലകളിലെയും പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. ആശയ പൊരുത്തം വന്നിട്ടില്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനകത്ത് ഗ്രൂപ്പിസമുണ്ട്, വിഭാഗീയതയുണ്ട്. അങ്ങനെ ആകെ കൂടെ BJP-യുടെ കേരളത്തിലെ സ്ഥിതി ഇനിയിപ്പോൾ താമസിയാതെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരും. അവിടെ മാറ്റം ഉണ്ടാകുമോ മാറ്റം ഉണ്ടാകില്ലയോ എന്നുള്ളതും വളരെ ആകാംക്ഷയോടുകൂടിയാണ് പാർട്ടിക്കുള്ളിലുള്ളവരും പുറത്തുള്ളവരും നോക്കിക്കാണുന്നത്. എന്തായാലും കുറെ പ്രശ്നങ്ങൾ പാർട്ടിക്ക് അകത്തുണ്ട് എന്നുള്ളത് ഇപ്പോൾ പകല് പോലെ വ്യക്തമായിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ സന്ദീപ് വാര്യരുടെ മറുപക്ഷം ചേർന്നുകൊണ്ട് BJP-യെ ആക്രമിക്കാൻ ചർച്ചകളിലൊക്കെ മുന്നിട്ടിറങ്ങാൻ പോകുന്നത്. ഇനി കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കളുടെ പട്ടികയിൽ അദ്ദേഹത്തെ സന്ദീപ് വാര്യരെ ഉൾപ്പെടുത്തിയതായി ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാ ചാനലുകൾക്കും ആ അറിയിപ്പ് ഔദ്യോഗികമായി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന ആളായി നമുക്ക് സന്ദീപ് വാര്യരെ കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ വലിയ കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയും കേൾവിയുമായിരിക്കും ഇനിയും നമ്മൾക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്, അല്ലെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ഇത് കാണാനും കേൾക്കാനും സാധിക്കും. എന്തായാലും നമുക്ക് അതിൻ്റെ ന്യായാന്യായങ്ങളെ കുറിച്ചോ അധാർമികതയെ കുറിച്ചൊന്നും ഇനി ചർച്ച ചെയ്യുന്നത് വലിയ പ്രയോജനമില്ല, പ്രസക്തിയുമില്ല. കാരണം സന്ദീപ് വാര്യർ എന്തായാലും BJP-യും തുടർന്നുള്ള അതിനോട് ബന്ധപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും മാറിക്കഴിഞ്ഞിരിക്കുന്നു, വിട ചൊല്ലിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അദ്ദേഹം ശക്തമായി കോൺഗ്രസിന്റെ വക്താവായിട്ട് തുടർ ദിവസങ്ങളിൽ പ്രവർത്തിക്കും എന്ന് നമ്മൾ കാണുന്നു. ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾക്കകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. 2026 ആദ്യം പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ വളർന്ന ഒരു ആളാണ്, നന്നായി അറിയാവുന്ന ഒരാളാണ്, രാഷ്ട്രീയം നന്നായി പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ വന്നത് കോൺഗ്രസിന് ഒരു നേട്ടമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസ്സുകാർ കരുതുന്നത്. അത് നേട്ടമാണോ കോട്ടമാണോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ തെളിയുകയുള്ളൂ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ എന്തായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ സജീവമായിരിക്കും. കോൺഗ്രസിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന ഒരു ചെറുപ്പക്കാരനായി അദ്ദേഹം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ ചാനലുകളിൽ പൊതുസമൂഹത്തിന്, കേരളത്തിലെ മലയാളികൾ എവിടെയുണ്ടോ അവർക്കെല്ലാവർക്കും അല്പം കൗതുകത്തോടും അല്പം ജിജ്ഞാസയോടും അല്പമൊക്കെ ആകാംക്ഷയോടും കൂടെ സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസിന് വേണ്ടിയുള്ള പ്രതിരോധം സൃഷ്ടിക്കൽ എങ്ങനെയാണ് എന്ന് കാണാൻ കഴിയും. അത് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. എന്തായാലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയത്തിനകത്തുള്ള ജീർണത, ഈ അവസരവാദപരമായിട്ടുള്ള നിലപാട്, കാലുമാറ്റം,
പണത്തിനു വേണ്ടിയുള്ള ഈ തരത്തിലുള്ള കാലുമാറ്റത്തിനുള്ള പ്രേരണ ഇതൊന്നും ഒരിക്കലും ഭൂഷണം ചെയ്യുന്നതല്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ധാർമ്മികത നിലനിർത്താൻ കൂടി ഉള്ള ഒരു സന്ദേശമായിരിക്കണം നേതാക്കന്മാർ വരും തലമുറയ്ക്ക് കൊടുക്കേണ്ടത് എന്നതാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള വലിയ ഗുണപാഠം.